ഹലോ, എല്ലാവർക്കും സാരംഗിയിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് റോസാ ചെടികളുടെ കളക്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇപ്പോൾ പൂക്കളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാളെയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യണം. അപ്പോൾ അതിന് മുൻപേ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇതൊക്കെ ഞങ്ങൾ ടെറസിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം പൂക്കുന്ന ചെടികൾക്കൊക്കെ നല്ല വെയിൽ വേണമല്ലോ. ഞങ്ങൾ താഴെ വെച്ച് കഴിഞ്ഞാൽ തീരെ വെയിലില്ല. അപ്പോൾ അതുകൊണ്ട് റോസാ ചെടികളൊന്നും അങ്ങനെ പൂക്കാറില്ല. പക്ഷേ ടെറസിൻ്റെ മേലിൽ വെച്ചപ്പോൾ വെയിൽ അവർക്ക് അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ നല്ല പൂക്കളുണ്ട്. ആദ്യമൊക്കെ റോസാ ചെടി എനിക്ക് നല്ല പരാജയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നന്നായിട്ട് റോസാ ചെടിയുടെ പരിചരണമൊക്കെ പഠിക്കുകയും അതിനനുസരിച്ച് ചെടികൾ വളർത്തിയപ്പോൾ എനിക്ക് അവർ നന്നായിട്ട് പൂക്കൾ നൽകി തുടങ്ങി കേട്ടോ. ഞാനിടുന്ന വളങ്ങൾ എന്ന് വെച്ചാൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കടലപ്പിണ്ണാക്ക് ഇവയെല്ലാം യഥാവിധി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മുട്ടത്തോട്, ചായപ്പൊടി ഇതൊക്കെ കൂടി പൊടിച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒഴിവാക്കുന്ന പഴത്തൊലി, കഞ്ഞിവെള്ളം ഇവയൊക്കെ എൻ്റെ ചെടികൾക്ക് ഞാൻ വളമായിട്ട് കൊടുക്കാറുണ്ട്. റോസിൻ്റെ ഇല പഴുക്കുക, അതുപോലെ തന്നെ ഈ മുട്ട് കരിയുക തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ ഞാൻ മാസത്തിൽ 2 തവണ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് റോസ് ഒരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് വെയിൽ കൊള്ളുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ. റോസിന് ഏറ്റവും ആവശ്യം നല്ല വെയിലാണ്. വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് റോസ് പൂവിടും. ഈ റോസാപ്പൂക്കൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞുണ്ടാവുമ്പം കാണാൻ തന്നെ ഒത്തിരി രസമാണ്. ഞങ്ങളുടെ ഗാർഡനിലെ ഒരു പ്രധാനിയാണ് റോസാപ്പൂക്കൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഞങ്ങൾക്ക് റോസാ ചെടികൾ ഉണ്ടാവുന്നത് വളരെ പരിമിതമായിരുന്നു. പക്ഷേ ഇപ്പം ഒത്തിരി പൂക്കൾ പല നിറത്തിലുള്ളത് ഞങ്ങൾക്കുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം 30 തരം റോസാ ചെടികളുണ്ട് കേട്ടോ. രാസവളങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ ജൈവവളമാണ് ഉപയോഗിക്കുക. കാരണം നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളായാലും അതുപോലെ തന്നെ എന്നും നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന ചായപ്പൊടി ഇതൊക്കെ ഞങ്ങളുടെ റോസിൻ്റെ വളങ്ങളാണ്. റോസാ ചെടികൾക്ക് വലിയ പരിചരണം ആവശ്യമില്ല. നന്നായിട്ട് വെയിൽ കൊള്ളിക്കുക, അതുപോലെ തന്നെ ഇടയ്ക്ക് പ്രൂൺ ചെയ്യുക, പിന്നെ നന്നായിട്ട് നമ്മുടെ ജൈവവളം ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ രാസവളമാണെങ്കിലും അത് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റോസാ ചെടികൾ വളരെ ഹെൽത്തി ആയിട്ട് വളരുകയും നമുക്ക് ധാരാളം പൂക്കൾ തരികയും ചെയ്യും. റോസാ ചെടികളുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ ബോഗൻവില്ല പൂക്കളും വെച്ചിട്ടുള്ളത്. കാരണം ഇതിന് നന്നായിട്ട് വെയിൽ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ടെറസിൻ്റെ മേലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കൂടുതൽ വെറൈറ്റികളൊന്നുമില്ല, വളരെ കുറച്ച് കളക്ഷൻ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. രാസവളങ്ങളൊന്നുമല്ല, സാധാ ജൈവവളം തന്നെയാണ് ഞങ്ങൾ ബോഗൻവില്ല ചെടികൾക്ക് ഉപയോഗിക്കാറുള്ളത്. ബോഗൻവില്ല ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കാണ് നല്ല പൂക്കളിടുക. ഇനിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി ചെടികൾ. പക്ഷേ ഇത് ടെറസിൻ്റെ മേലെ നിന്നുള്ള കുറച്ച് ചെടികൾ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഒത്തിരി ഉണ്ട്. ഞങ്ങളെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഒത്തിരി ചെടി വിശേഷങ്ങൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ലൈക്ക് തരിക. ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.